അദ്ദേഹം പറയുന്ന കാരണം ഈ വീടിന് നേരെ എതിർവശത്ത് താമസിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ഒരു ബഹളം കേട്ടുകൊണ്ടാണ് വേഗത്തിൽ ഈ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ തന്നെ ഈ രക്തത്തിൽ കുളിച്ച് ഈ യുവാവ് റോഡിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളായിരുന്നു കണ്ടത്. ആ സമയത്ത് തന്നെ ഇവിടെ കാർ കിടപ്പുണ്ടായിരുന്നു. കാറിൽ കയറി ഇയാൾ പോവുകയും ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. ഇവരെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ യുവാവിനെയും കുടുംബത്തെ സംബന്ധിച്ച്, ഷെബിനെയും കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള കാര്യം, ആരുമായും യാതൊരു പ്രശ്നത്തോ മറ്റു കാര്യത്തോ ഒന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. BCA 2ാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പഠിച്ച് കോളേജിൽ പോയതിനു ശേഷം തിരികെ വന്നു കഴിഞ്ഞാൽ ഉള്ള സമയത്ത്, കഴിയുന്ന സമയത്തൊക്കെ വീട്ടുകാരെ കൂടെ സഹായിക്കുന്നതിന് വേണ്ടി സൊമാറ്റോയും മറ്റുമൊക്കെ ഓടി അത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും വളരെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പേടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഞെട്ടിച്ചിരിക്കുന്നത്. കാര്യം ഇത്തരത്തിലൊരു സംഭവം തങ്ങളുടെ കണ്ണിൽ നടന്നു എന്ന് പറയുമ്പോൾ അത് ഏവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമോ വഴക്കിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാത്തതായിരുന്നു ഈ കുടുംബം. അത് 4 പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ജോർജ് തോമസ്, ഭാര്യ, മകൻ, ഒപ്പം തന്നെ സഹോദരി കോഴിക്കോട് ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണെന്നുള്ളതാണ് ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അയൽക്കാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ അച്ഛനും മകനും കുത്തേറ്റിരിക്കുന്നു. ജോർജ് തോമസിനും ഒപ്പം തന്നെ മകൻ ഫെബിനുമാണ് കുത്തേറ്റത്. ഫെബിനാണ് ഈ കുത്തേറ്റ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജോർജ് തോമസ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം തന്നെയാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ കൊലപാതകി ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ കൃത്യമായ ഒരു വിവരം പോലീസിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ കൊല നടത്തിയ തേജസ് രാജ്, ഇയാളും ഈ നാട്ടുകാരൻ ഈ അടുത്തു തന്നെ ഉള്ള ആളാണോ? ഈ തേജസ് രാജിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ ചവറ നീണ്ടകരയ്ക്ക് സമീപത്താണ് ഇയാളുടെ വീട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ RC ബുക്കിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്തിയിരിക്കുന്ന വെള്ള വാഹനം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ്. ആ വാഹനത്തിലാണ് ഈ തേജസ് രാജ് ഇവിടെ എത്തുകയും ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. RC ഓണറെ സംബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് തേജസ് രാജാണ് ഇവിടെ എത്തിയെന്നും അതിന്റെ തേജസ് രാജാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ആ കൊലപാതകത്തിന് ശേഷം ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു കാര്യം അത് തന്നെയാണ്. എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെയും പോലീസിന് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാത്തത്. അതിനി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളിലെ വിശദമായ കാര്യങ്ങൾ മൊഴിയെടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ആർക്കെങ്കിലും ഈ തേജസ് രാജിന് മുൻപരിചയമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാര്യം തേജസിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ല, ഈ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്ത്, ചവറ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും ഇവിടേക്ക് കാറിൽ എത്തി ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ വേണ്ടുന്ന എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാത്തത്. കാരണം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തില്ല എന്നുള്ളത് തന്നെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യം വീട്ടിലേക്ക് എത്തുന്നു, വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തോ ഒരു ദ്രാവകം ഒഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷെ അതെന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇനി പോലീസ് കൃത്യമായി പരിശോധന നടത്തി വ്യക്തത വരുത്തിയാൽ മാത്രമായിരിക്കും അതിലൊരു കൃത്യമായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതി ഇവിടെ കാര്യം ഈ സ്ഥലത്ത് ഇതിനു മുൻപൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ആളുകളോട് ചോദിക്കുമ്പോൾ ഈ വാഹനമോ അല്ലെങ്കിൽ ഇയാളെയോ ഇതിന് സമീപത്ത് ഇതിനു മുൻപേ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നുള്ള കാര്യമാണ് ആളുകളും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എന്തായാലും പോലീസ് വിശദമായി അന്വേഷണം നടത്തും. ഈ കുടുംബവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളായിരുന്നോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് വിശദമായ ഒരു പരിശോധന. നേരത്തെ ഒരു നാട്ടുകാരൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായല്ലോ ഈ കാറിനകത്ത് വേറെയും ആൾക്കാരുണ്ടായിരുന്നു എന്ന്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? ഈ ആരൊക്കെയാണ് കാര്യം ഇപ്പോൾ ചില പോലീസ് പറയുന്നത് ഒരാളായിരുന്നു കാറിൽ വന്ന് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ ഒരു അനുമാനമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ചില നാട്ടുകാർ, അതായത് സമീപത്തൊക്കെ താമസിക്കുന്ന ചില ആളുകൾ പറയുന്നത് ഈ കാറിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതുവഴി യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതൊക്കെ ഇനി പോലീസ് ശേഖരിച്ചാൽ മാത്രമായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക. എന്തായാലും റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാറിൽ നിന്നും കാറിൽ ചോരപ്പാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നിർണായകമായി. അവിടെയും ഒരാളെ മാത്രമേ പോലീസിന്, അതായത് ഒരു മൃതദേഹം മാത്രമാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റാളുകൾ സഹായിക്കാൻ ഉണ്ടായിരുന്നു എങ്കിൽ അവരെ ഇനി മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടോ എന്തിനു വേണ്ടി അവർ പ്ലാൻഡ് ആയിട്ട് ഇത്തരത്തിൽ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് പോലീസ് തന്നെയാണ്. അക്കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇവിടെ പോലീസ് ഈ സ്ഥലങ്ങൾ, അതായത് ഈ കൊലപാതകം നടന്ന സ്ഥലം, ഒപ്പം തന്നെ കണ്ടെത്തിയ സ്ഥലമെല്ലാം തന്നെ പോലീസ് മാർക്ക് ചെയ്ത് അവിടെയെല്ലാം മാറ്റുകയും ചെയ്ത് ആരും ഇനി അങ്ങോട്ടേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അതെല്ലാം പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫെബിന്റെ മൃതദേഹം ഇപ്പോഴും വീട്ടിനകത്ത് തന്നെയാണോ? അല്ല, ഫെബിനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയുണ്ടായി. ആശുപത്രിയിൽ വെച്ചാണ് ഫെബിന് ജീവൻ നഷ്ടപ്പെട്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോകുന്ന വഴിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലാണ് നിലവിൽ, സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഫെബിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അമൃത, ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ലിജോ?
ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ ഫെബിന്റെ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഫെബിന്റെ പിതാവും ഫെബിനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതാണ് രണ്ടുപേർക്കും കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഫെബിന്റെ പിതാവായിട്ടുള്ള ജോർജ് ഗോമസിന് ചികിത്സയൊക്കെ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കുറച്ചു മുൻപ് കാണുകയും ചെയ്തത്. കാര്യം അവർ രണ്ടുപേരുമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഒരാൾക്ക്, അതായത് മകനെ കുത്തുന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടി പിതാവ് ശ്രമിക്കുന്നു. അങ്ങനെ പിതാവിനും കുത്തേൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അമൃത.